ഹായ്, ഞാൻ സ്മൃതി അനീഷ്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്ഷമയോടുകൂടി ഇരുന്ന് കാണേണ്ടതാണ്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ സെൻഡ് ചെയ്ത് തരുന്നത്, അതുപോലെ ഡൗട്ട്സ് ക്ലിയറിങ്, നിങ്ങൾ ക്ലാസ്സുകൾ പഠിക്കുന്നതിൻ്റെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള ടൈമും കാര്യങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ടൈം ടേബിൾ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫസ്റ്റിലത്തെ എൻക്വയറി നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏത് ദിവസമാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരം ലഭിക്കുന്നത്, അതേ ദിവസം നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിലായിട്ടാണ്. ഈ സമയങ്ങളിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ലിങ്ക് ത്രൂ നമ്മൾ സെൻഡ് ചെയ്ത് നൽകുന്നത്. ഇനി തന്നിരിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ചെയ്ത് നോക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വന്നേക്കാം, സംശയങ്ങൾ വരും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചത് കറക്റ്റ് ആണോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ സമയം ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 3 മണിക്കും വൈകുന്നേരം 9:30 ഇടയിലായിട്ടാണ്. ഉച്ചയ്ക്ക് 2:30 മുതൽ ഡൗട്ട്സ് ക്ലിയറിംഗ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. 3 മണി മുതലാണ് റിപ്ലൈസ് ലഭിച്ചു തുടങ്ങുന്നത്. 3 മണിക്കും വൈകുന്നേരം 9:30 ഇടയിലായിട്ടായിരിക്കും നിങ്ങൾക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ, ആഴ്ചയിൽ 3 ദിവസമാണ് ഡൗട്ട്സ് ക്ലിയറിംഗ് ഉള്ളത്. അത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസം ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 9:30 ഇടയിലായിട്ടാണ്. 3 മണി മുതലാണ് നിങ്ങൾ റിപ്ലൈസ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഞാൻ നിങ്ങളുടെ റിപ്ലൈസ് നൽകാനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത് 2:30-ക്കാണ്. ഒരുപാട് മെസ്സേജസ് ഒന്നിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കിന് വാട്സപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാങ് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് മെസ്സേജസ് ഒന്ന് വന്നു എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇത് മാറിക്കഴിയുമ്പോഴാണ് എനിക്ക് റിപ്ലൈ ഒന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 മണി തൊട്ട് വേണം എൻ്റെ റിപ്ലൈസ് നിങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഡൗട്ട്സുകൾ ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോളൂ. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുകയാണ്, നാളെ ആ ഡൗട്ട്സിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നു അപ്പം തന്നെ നിങ്ങൾ വോയിസ് ആയിട്ടും ചെയ്തിട്ടോളൂ. അതിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വന്നത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ ഉണ്ട്. ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് പകുതിക്ക് വെച്ച് നിങ്ങൾ ഫോട്ടോ എടുക്കല് ഫുള്ളായിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഫോട്ടോ എടുത്ത് വേണം എനിക്ക് സെൻഡ് ചെയ്തിടാൻ. സെൻഡ് ചെയ്തിട്ടിട്ട് ക്ലാസ്സുകൾ ഞാൻ റിപ്ലൈ തരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാനൊരു 5 മണി വരെയായിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തന്നിട്ടില്ല, നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിപ്ലൈ കിട്ടേണ്ടതാണ് എന്നുണ്ടെങ്കിൽ 5 മണിക്ക് ശേഷം നിങ്ങൾ ഇതുപോലൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് എന്നൊരു മെസ്സേജ് ഒന്നും കൂടി നിങ്ങളൊന്ന് അയച്ചേക്കണം. കാരണം നിങ്ങൾ നേരത്തെ സെൻഡ് ചെയ്തിടുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ ക്ലാസ് സെൻഡ് ചെയ്ത് നൽകുന്നത് മറ്റ് ടീച്ചേഴ്സാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ആ തരുന്ന സമയത്ത് ഒരുപക്ഷെ ഇത് അറിയാതെ ഒരുപക്ഷെ ഓപ്പൺ ആയി പോയിരിക്കാം. അവർ കാണുന്ന മെസ്സേജുകളെല്ലാം തന്നെ ഡൗട്ട്സുകൾ ചോദിക്കുന്നതെല്ലാം അൺറീഡ് ചെയ്യും. ചില സാഹചര്യവശാൽ നമ്മൾ കൈമുട്ടി അറിയാതൊക്കെ ഒന്ന് ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ എനിക്കത് ഡൗട്ട്സ് ക്ലിയറിൽ ഇരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്നും കൂടി ഒരു 5 മണിയായിട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ഇതുപോലെ ഒരു ഓർമ്മ ഇതുപോലെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തരണം എന്നൊരു മെസ്സേജ് ഇവിടെ ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ മെസ്സേജസുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. വൈകുന്നേരം 9:30-ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈസ് ലഭിക്കുന്നതായിരിക്കും. വൈകിട്ട് 9:30 എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുത്ത് വരുമ്പോൾ നമുക്ക് 9:30 വരെ ആകും. നിങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് 5:30-ക്ക് ശേഷം അയക്കുന്ന ഓരോ മെസ്സേജിനും നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ 5 മണിക്ക് ശേഷം നിങ്ങൾ മെസ്സേജ് ഇതുപോലെ തലേന്ന് അയച്ചത് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒരു 5 മണിക്ക് ഒരു മെസ്സേജ് കൂടി ഒന്ന് ഇട്ടാൽ മതി. അത് നിങ്ങൾക്ക് അന്നേ ദിവസം അതിൻ്റെ റിപ്ലൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന വീഡിയോസ് നമുക്ക് ലിങ്ക് ത്രൂ ആണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് നൽകുന്നത്. ഈ തരുന്ന വീഡിയോസ് നമുക്ക് ഇത്രയും ലെങ്തി വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്ത് തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് മുഖാന്തരം യൂട്യൂബ് ലിങ്ക് ത്രൂ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് നൽകുന്നത്. ഈ നൽകിയിരിക്കുന്ന വീഡിയോസ് കംപ്ലീറ്റും പ്രൈവറ്റ് വീഡിയോസ് ആണ്. ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പ്രൈവറ്റ് വീഡിയോസ് ആണ്, ഇത് പബ്ലിക് വീഡിയോസ് അല്ല. പലർക്കും യൂട്യൂബ് വീഡിയോ ആയിട്ട് ലഭിക്കും, ഇത് പബ്ലിക്കായിട്ട് കിടക്കുന്നതാണോ, ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊരു സംശയം വന്നേക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല. നമുക്ക് യൂട്യൂബിൽ നമുക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത്ര ലെങ്തി വീഡിയോസ് പോകാത്തതുകൊണ്ട് യൂട്യൂബ് മീഡിയ ആക്കി നൽകുന്നതാണ്. ഈ വീഡിയോസ് എല്ലാം തന്നെ പ്രൈവറ്റ് വീഡിയോസ് അല്ല, പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റാരിലേക്ക് ഷെയർ ചെയ്ത്
പോകാതെ ശ്രദ്ധിക്കേണ്ട ചുമതല നിങ്ങളുടേതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ തന്നിരിക്കുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോകാതെയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് നിങ്ങളുടെ ഫോണിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് തരാനായിട്ട് നമുക്കിവിടെ ഒരു പ്രത്യേക ടീം തന്നെയുണ്ട്. ക്ലാസ്സുകൾ നൽകുന്ന ഏതൊക്കെ ദിവസമാണെന്നുള്ളതും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്ന ദിവസം ഏതാണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നൽകിയിട്ടുണ്ട്. ക്ലാസ്സുകൾ സെൻഡ് ചെയ്ത് തരുന്ന ദിവസം നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ്സുകൾ ഏത് ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുക എന്നുള്ളൊരു ദിവസം നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത ടൈമിൽ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ദിവസങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു ലിങ്കുകൾ സെൻഡ് ചെയ്ത് നൽകുന്നത് മറ്റ് ടീച്ചേഴ്സാണ്. നിങ്ങൾ ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്താണോ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വീഡിയോസാണ് നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് നമ്മൾ നൽകുന്നത്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഞാൻ കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് ക്ലാസ് സെൻഡ് ചെയ്യുന്ന ഒരു ടീം തന്നെ നമുക്കിവിടെ ഉണ്ട്. നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാനും ഓരോ ദിവസം നിങ്ങളുടെ ഫോണിലേക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാനായിട്ട് നമുക്കൊരു പ്രത്യേക ടീം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് ദിവസമാണോ നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ക്ലാസ് സെൻഡ് ചെയ്ത് തരേണ്ടത് അത് നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീസ് റിമൈൻഡറുകൾ, നിങ്ങൾ വർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടോ, വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് വർക്ക് ചെയ്യാത്തത്, അതുപോലെ വർക്ക് ചെയ്ത് അയക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളായിരിക്കും ഈ ഒരു ടീം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ ക്ലാസ് സെൻഡ് ചെയ്ത് നൽകുന്നത് നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരം ഏത് ടൈമിലാണ് ഏത് ദിവസമാണ് നിങ്ങൾക്ക് ക്ലാസ് സെൻഡ് ചെയ്ത് തരിക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഏതാണോ ദിവസം ആ ദിവസം രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്ക് ഇടയിലായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ സെൻഡ് ചെയ്ത് നൽകുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാല ക്ലാസ്സുകൾ നിങ്ങൾക്ക് വൈകുന്നത് നെറ്റ്വർക്കിന്റെ പ്രശ്നം കൊണ്ടോ കറണ്ടിന്റെ ഇഷ്യൂസ് ഇതൊക്കെ മൂലം നമ്മൾക്ക് ഒരുപക്ഷെ ക്ലാസ്സുകൾ ഒരു ദിവസം ഡിലേ ആയെന്ന് വന്നേക്കാം. എന്നിരുന്നാൽ നിങ്ങൾക്ക് വൈകിട്ട് 5 മണി വരെയായിട്ട് ക്ലാസ്സുകൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് സെൻഡ് ചെയ്ത് തരുന്ന അതേ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് കോളല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലാണെന്നുള്ള കാര്യത്തെപ്പറ്റി അറിയാനും അതുപോലെ എന്തെങ്കിലും കറണ്ടിന്റെ ഇഷ്യൂസ് ആണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് നൽകുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നമ്മൾ സെൻഡ് ചെയ്ത് നൽകുന്നത് ഇപ്പം നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കേണ്ടത് തിങ്കൾ ബുധൻ വെള്ളി ഒരു ദിവസമാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് തിങ്കളാഴ്ച നമ്മൾ ഇവിടുന്ന് ഒരു ക്ലാസ് അയച്ചു തന്നു, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ അടുത്തൊരു ദിവസം ടൈം തരുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസം അടുത്ത ക്ലാസ് ലഭിക്കേണ്ട ദിവസമായതിനാൽ ആ ദിവസം 9 മണി രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ചെയ്ത വർക്ക് സെൻഡ് ചെയ്ത് ഇടേണ്ടതാണ്. നിങ്ങൾ ഒരു വർക്ക് നമ്മൾ നൽകിയിട്ട് നിങ്ങൾ തൊട്ട് അടുത്ത ഏത് ദിവസമാണ് ക്ലാസ് അയക്കേണ്ട ദിവസം, അപ്പോൾ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ നമ്മൾ സമയം നൽകുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ദിവസം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും. കാര്യം നിങ്ങളത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു ദിവസം കൂടി നിങ്ങൾ വർക്ക് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ടൈം നൽകുന്നതാണ്. അപ്പോൾ അന്നേ ദിവസം നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കില്ല. അടുത്ത നിങ്ങളുടെ ക്ലാസ് എന്നാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ആ ദിവസമായിരിക്കും അടുത്ത ക്ലാസ് നൽകേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ പെൻഡിങ് ഉള്ള വർക്ക് ചെയ്ത് സംശയങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ഈ ഒരു രീതി ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കി പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ക്ലാസ് ചെയ്യാനായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ടാണ് നിങ്ങൾ നോർമലി ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം കൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് ടൈം നൽകുന്നതാണ്. നിങ്ങൾ അത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൗകര്യം അറേഞ്ച് ചെയ്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ഹോളിഡേയ്സ് എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവധിയായിരിക്കും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അന്നേ ദിവസം നമ്മൾ മുൻകൂട്ടി നമ്മളൊരു ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് മാത്രമായിരിക്കും ഫോണിൽ ഇടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് പബ്ലിക് ഹോളിഡേയ്സ് എല്ലാം തന്നെ നമുക്ക് അവധിയായിരിക്കും. അന്നേ ദിവസം നിങ്ങൾക്ക് ഓൺലൈൻ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ സെൻഡ് ചെയ്ത് നൽകുന്നു. അതുപോലെ തന്നെ ഡൗട്ട്സ് ക്ലിയറിങ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവധിയായിരിക്കും. അതും നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വൈകുന്നേരം 5 മണി വരെ ക്ലാസ് ലഭിച്ചില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ക്ലാസ് കിട്ടിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ കോൾ ചെയ്യരുത്. അങ്ങനെ കോൾ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കായിട്ട് ഇവിടെ ടീച്ചേഴ്സ് ക്ലാസ് സെൻഡ് ചെയ്ത് കൊടുക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു ടീം അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആയിപ്പോകും. നമ്മൾ ക്ലാസ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ വോയിസ് ഇതൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമായിരിക്കും ഓരോരുത്തർക്കും. അത് ബ്രേക്ക് ആയി പോകുന്നത് മൂലം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ കോൾ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. വൈകിട്ട് 5 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വാട്സപ്പിലല്ല ഡയറക്റ്റ് വേണം കോൾ ചെയ്യാൻ. ഇനി വാട്സപ്പിൽ കോൾ ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ടൊന്ന് അയച്ചേക്ക്. ഇതുപോലെ ക്ലാസ് കിട്ടിയിട്ടില്ല, എന്താണ് റീസൺ എന്നുള്ളത് വൈകിട്ട് 5 മണിക്ക് ശേഷം നിങ്ങളൊരു വോയിസ് മെസ്സേജ് ഒന്നും കൂടി ഒന്ന് ഇട്ടാൽ മതി. കാരണം 5 മണി വരെ നമ്മൾ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തർക്കായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും പറയില്ല, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസോ കറണ്ടിൻ്റെ ഇഷ്യൂസോ മൂലം ഒരുപക്ഷെ ലേറ്റ് ആവും. വൈകിട്ട്
കറക്റ്റായിട്ട് 5-ന് മുന്നേ എന്താണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും. ഇനി 5 മണി വരെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ വാട്സപ്പിൽ ഡയറക്റ്റ് നിങ്ങൾ കോൾ ചെയ്യുക. അല്ലെങ്കിൽ വാട്സപ്പിൽ ഇനി ഡയറക്റ്റ് കോൾ ചെയ്യാൻ സാധിക്കാത്തൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ക്ലാസ് ഇതുപോലെ ലഭിച്ചിട്ടില്ല, എന്താണ് റീസൺ എന്നുള്ളതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിന് ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് സെൻഡ് ചെയ്ത് നൽകി ഇന്നൊരു ദിവസം നൽകി അടുത്ത ക്ലാസ് അയക്കുന്ന ദിവസം നിങ്ങൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ തലേന്ന് അയച്ചിട്ടുള്ള രാവിലെ 9 മണിക്ക് ഇട്ടാൽ പെട്ടെന്ന് ടീച്ചേഴ്സിന് അത് കാണാനായിട്ട് ലഭിക്കും. ഇതുപോലെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള നിങ്ങൾ വോയിസ് ആയിട്ടല്ല ടൈപ്പ് ചെയ്ത് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. വർക്ക് ചെയ്തിട്ടില്ല, ഇന്നൊരു ദിവസം കൂടി ടൈം നൽകണം എന്നൊരു മെസ്സേജും കൂടി നിങ്ങൾ ഇട്ടാൽ വളരെ നല്ലതായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് വർക്ക് നിങ്ങൾ ഇതുപോലെ ഇന്നൊരു ദിവസം കൂടി ടൈം നൽകണം, കഴിഞ്ഞ ദിവസത്തെ വർക്ക് പെൻഡിങ് കിടക്കുകയാണ്, ഇന്ന് ക്ലാസ് അയക്കേണ്ട എന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ ടൈം നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയക്കാനായിട്ട് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർക്ക് ചെയ്തത് ഓക്കെ ആയി കഴിയുമ്പോൾ ടീച്ചേഴ്സ്, അതായത് 1-2 വിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ അങ്ങനെ നൽകുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ക്ലാസ് ഓൾറെഡി നിങ്ങൾ ചെയ്തു വെച്ചു, ഫോട്ടോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമാണ്. ക്ലാസ് ഞാൻ ചെയ്തു, എനിക്കത് മനസ്സിലായി, എനിക്ക് അടുത്ത ക്ലാസ് അയച്ചോളൂ, വർക്ക് അയച്ചോളൂ എന്നൊരു മെസ്സേജ് രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് അയക്കണം. അതിനുശേഷം അയച്ചിട്ട് കാര്യമില്ല, രാവിലെ 9 മണിക്ക് മുന്നായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം അയക്കേണ്ടതാണ്. അപ്പോൾ അന്നേ ദിവസം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. ഇതും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അന്നത്തെ ദിവസം ലീവ്, ഇന്ന് ക്ലാസ് സെൻഡ് ചെയ്യണം, ഇന്ന് ലീവാണ് എന്ന് നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ അന്നത്തെ ദിവസം നമ്മൾ ക്ലാസ് സെൻഡ് ചെയ്ത് നൽകുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായ രീതിയിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ക്ലാസ് സെൻഡ് ചെയ്യുന്ന തരുന്ന ടൈം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ടൈം, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസവും തരുന്ന വീഡിയോസ്, നിങ്ങൾക്ക് തരുന്ന അത്രയും വീഡിയോസും നിങ്ങൾക്ക് അടുത്ത വർക്കിന് മുമ്പായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് 1 വീക്ക് വരെ നമ്മൾക്ക് ടൈം തരാം. ഇപ്പോൾ ബ്ലൗസിൻ്റെയൊക്കെ വലിയ വീഡിയോസ് ഒക്കെ ആയിരിക്കും ലഭിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരാഴ്ച നിങ്ങൾക്ക് ടൈം നൽകും. അന്നത്തെ വീഡിയോ തരുമ്പോഴേ ടീച്ചേഴ്സ് പറയും നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് 1 വീക്ക് ടൈം ഉണ്ട്. നിങ്ങൾ ഈ ഫാസ്റ്റായിട്ട് ചെയ്ത് അയച്ചാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ഏത് ദിവസമാണ് ക്ലാസ് ആയിക്കട്ടെ ആ ദിവസം നിങ്ങൾക്ക് ക്ലാസ്സുകൾ സെൻഡ് ചെയ്ത് നൽകും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ തരുന്ന ക്ലാസ് എന്നാണോ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ട അതിന് മുമ്പായിട്ട് ചെയ്ത് അയച്ചാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് തരും. ഇനി അതല്ല അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന ഒരു ദിവസത്തെ ടൈം വേണമെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് അതിൻ്റെ ടൈം നിങ്ങൾക്ക് നൽകും എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഓരോ ദിവസം സെൻഡ് ചെയ്ത് തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏത് സമയം എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാൻ സാധിക്കും. കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു സംശയമുണ്ട്. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങളൊരു പാറ്റേൺ ഇതേപോലെ ഡ്രോ ചെയ്തപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വന്നപ്പം കറക്റ്റായിട്ട് വന്നില്ല, നിങ്ങൾക്ക് അതിനകത്ത് സംശയമുണ്ട്. അപ്പം ചെയ്തത്രയും നിങ്ങൾ എവിടെ വരെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കില്ല. നിങ്ങൾ ആ കണ്ട കാര്യം നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ ആ തരുന്ന സെയിം മെഷർമെൻറ്റ് നിങ്ങളൊരു പാറ്റേൺ പ്രിപ്പയർ ചെയ്യുക. അത് കാണിച്ച് ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മെഷർമെൻറ്റിലോ നിങ്ങൾക്ക് മറ്റാരുടെയും മെഷർമെൻറ്റിലോ ചെയ്യാൻ സാധിക്കുക. കാരണം ആദ്യം ഇവിടെ ഇപ്പോൾ ഒരു ഫുൾ ലെങ്ത് ആയിക്കട്ടെ, ആ ഫുൾ ലെങ്ത് എവിടെ അപ്ലൈ ചെയ്യണം, തുണി എങ്ങനെ മടക്കി ഇടണം, ഷോൾഡർ എവിടെ മാർക്ക് ചെയ്യണം, ആം ഹോൾ എവിടെ മാർക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നൽകിയിട്ടുള്ള സെയിം പാറ്റേൺ തന്നെ ഫസ്റ്റ് ഒരെണ്ണം നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് പേപ്പറിൽ ചെയ്യാവുന്നതാണ്, തുണിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ പഠിക്കാനായിട്ടാണല്ലോ. അതിനുശേഷമാണ് നിങ്ങൾ രണ്ടാമത് മറ്റൊരു മെഷർമെൻറ്റിലേക്ക്, മറ്റു പല മെഷർമെൻറ്റിലേക്ക് നിങ്ങൾക്ക് മാറ്റി ചെയ്യാനായിട്ട് സാധിക്കുക. അല്ല ഡയറക്റ്റ് ഞാനൊരു ക്ലാസ് നൽകി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെഷർമെൻറ്റിലേക്ക് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും സംശയങ്ങൾ ഉണ്ടാവും. ആദ്യം ഇവിടെ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ അടുത്തടുത്ത മെഷർമെൻറ്റിലേക്ക് മാറ്റം വരുത്തി ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾ ആ ഫോട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് അതിനകത്ത് മിസ്റ്റേക്ക് വരുത്തിയത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ മനസ്സിലാക്കി ഇതുപോലെ നിങ്ങൾ ഫോട്ടോ ആയിട്ട് എടുത്ത് എനിക്ക് അയക്കുക. അതായത് നിങ്ങൾ മൊബൈൽ ഫോണെ കവർ ചെയ്തൊരു ഫോട്ടോ എനിക്ക് എടുത്ത് അയക്കുക. ആ ഫോട്ടോയിൽ എന്തെങ്കിലും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫോട്ടോയും കൂടെ ഇവിടെ ഇന്ന പോർഷനെ കവർ ചെയ്തൊരു ഫോട്ടോ വേണമെന്നുള്ള നിങ്ങൾക്ക് ഞാൻ മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് അയക്കും. അപ്പോൾ അതിനുശേഷം ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ സംശയം എവിടെയാണ്, എന്ത് മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെ പാറ്റേൺ കറക്റ്റായിട്ട് ചെയ്യണം, ഒരു കേർവ് ലൈൻ വരയ്ക്കുന്നത് വരെ നിങ്ങൾക്ക് ഞാനത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്കത് ഇട്ട് തരും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഡ്രോ ചെയ്യുന്ന എനിക്ക് ഇട്ടാണ് കട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യം ഇതുപോലെ പാറ്റേൺ വരച്ചിട്ട് എനിക്കത് ഫോട്ടോ ആയിട്ട് ഇട്ട് തരണം. ഫോട്ടോ ആയിട്ട് ഇട്ടതിന് ശേഷം അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കി അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അത് പറഞ്ഞുതരും. മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ആ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ഉച്ചയ്ക്ക് 3 മണിക്ക് രാത്രി 9:30 ഇടയിലായിട്ടാണ് കേട്ടോ. ഈ സമയങ്ങളാണ് ഞാൻ ഈ വേണ്ട നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ചെയ്യേണ്ട
ചെയ്യേണ്ട മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് പ്രകാരം നിങ്ങളൊരു ഗാർമെന്റ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന്റെ ഫോട്ടോസ് നിങ്ങൾ എനിക്ക് അയക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ഫൈനൽ ഔട്ട്ലുക്കിൽ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സമയത്ത് ഇതുപോലെ മിസ്റ്റേക്ക് പറ്റി, അതിന് എന്തുകൊണ്ടത് പറ്റി, അല്ലെങ്കിൽ എന്താണുള്ള പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് നൽകും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റിൽ പാറ്റേൺ എല്ലാം ചെയ്തതുപോലെ ഒരു ഡ്രസ്സ് ചെയ്തെങ്കിൽ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ നിലത്ത് നിവർത്തിയിട്ടിട്ട് നല്ല ക്ലിയർ ആയിട്ട് എനിക്കൊരു ഫോട്ടോ നിവർത്തിയിട്ടോ, ഇനി ഇത് 6 മെഷർമെന്റ് ഞാൻ തരുന്നൊരു മെഷർമെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പാകമാകുമെങ്കിൽ നിങ്ങൾ അതിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇനി അതല്ല മറ്റാരുടെയെങ്കിലും അളവിന് സാധിക്കുമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിലത്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ല വെട്ടമുള്ള സമയത്ത് ഫോട്ടോ എടുത്ത് വേണം അയക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തരുന്ന മാത്രം മെഷർമെന്റുകളല്ല നിങ്ങൾ ചെയ്തു പോകേണ്ടത്, മറ്റാരുടെയും മെഷർമെന്റ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ മെഷർമെന്റും കൂടെ നിങ്ങൾ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോസും കൂടെ എടുത്തയക്കുക. അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നെങ്കിൽ ഇന്ന പോലെ ഞാൻ തയ്ച്ചപ്പോൾ ഇന്ന പോലെ ഒരു പ്രശ്നം വന്നു, അതിനെന്താണ് പരിഹാരം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസറുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഡൗട്ട്സ് ക്ലിയറിംഗ് ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈസ് ആയിട്ട് നൽകുന്നതായിരിക്കും. നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുന്ന ഡൗട്ട്സുകൾക്ക് ഞാൻ എങ്ങനെയാണ് റിപ്ലൈ നൽകുന്നതെന്ന് കൂടെ നിങ്ങൾക്കൊന്നും പറഞ്ഞു നൽകാം. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ ടാബിൽ നിങ്ങളുടെ വാട്സപ്പ് കംപ്ലീറ്റ് ചാറ്റ് എനിക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്തിരുന്ന എല്ലാവരുടെയും മെസ്സേജസ് അത് ഞാൻ ഇതേപോലെ അൺറീഡ് മെസ്സേജസ് ആണ് എടുത്ത് ഞാൻ റിപ്ലൈസ് നൽകുന്നത്. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ ഒരാളുടെ ഡൗട്ട്സ് വന്നെന്നിരിക്കട്ടെ, ഇതേപോലെ ഡൗട്ട് വന്നു കഴിയുമ്പോൾ ഇതേപോലെ എന്താണെന്നുള്ളത് ഞാൻ ഇതേപോലെ നോക്കും. അപ്പോൾ നോക്കിയിട്ട് ഫസ്റ്റ് നിങ്ങൾ അയച്ചിരിക്കുന്ന പിക്ചർ നോക്കും, അതിന് ശേഷം നിങ്ങൾ അയച്ചിരിക്കുന്ന വോയിസ് നോക്കും. അപ്പോൾ ഞാൻ വോയിസ് കറക്റ്റായിട്ട് വന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഡൗട്ട് ആംഹോൾ അവർ കൊടുത്ത സമയത്ത് കറക്റ്റായിട്ട് വന്നില്ല, അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾ അയച്ചു തരുന്ന ഇമേജ് എനിക്ക് സൂം ചെയ്ത് കൃത്യമായ രീതിയിൽ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് റിപ്ലൈ നൽകാനായിട്ട് സാധിക്കും. നിങ്ങൾ അയക്കുന്ന ഇമേജ് ക്ലിയറും കൂടി ആയിരിക്കും. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇവിടെ കറക്റ്റായിട്ട് ആംഹോൾ വന്നില്ല എന്നൊരു ഡൗട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ്, എന്തുകൊണ്ടത് കറക്റ്റ് വന്നില്ല എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് കൃത്യമായ രീതിയിൽ, അല്ലെങ്കിൽ ആംഹോൾ വരച്ചത് ശരിയായില്ല എങ്കിൽ ഞാൻ അതിനെ കൃത്യമായ രീതിയിൽ ഇതേപോലെ ഞാൻ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ കറക്റ്റ് ചെയ്ത് ഇതേ രീതിയിലൊന്ന് വരയ്ക്കാനായിട്ട് പറയാം. അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഈ വരച്ചിരിക്കുന്ന പോയിന്റുകൾ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇന്ന പാർട്ടിൽ ഇത് കറക്റ്റായിട്ട് വന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായ രീതിയിൽ ഞാൻ ഇതുപോലെ വരച്ച് നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ടേക്ക്. അപ്പോൾ നിങ്ങളിത് കൃത്യമായ രീതിയിൽ അത് എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി അവിടെ വെച്ച് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് തന്നെങ്കിൽ മാത്രമേ ഈ രീതിയിൽ എനിക്ക് റിപ്ലൈസ് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു വോയിസും കൂടെ അവർക്ക് റിപ്ലൈസ് ആയിട്ട് നൽകും. ഇന്ന പോലെ ഇന്ന രീതിയിലാണ് അത് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്യാഞ്ഞതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നുള്ള കാര്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. ഈ രീതിയിലാണ് ഞാൻ ഡൗട്ട്സ് ക്ലിയറിങ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അയക്കുന്ന ഒരു ഇമേജുകളും കാര്യങ്ങളൊക്കെ ഇതേപോലെ നോക്കും. നിങ്ങൾ അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോസിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ അയക്കുന്ന ഒരു വർക്ക് ഇതേപോലെ എടുക്കും. ഇപ്പോൾ ഒരു ഫോട്ടോയാണ് ഒരാൾ അയച്ചിട്ടുള്ളത്, ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് ഒരാൾ ഫോട്ടോ അയക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടോ, ഇതുപോലെ പ്ലീറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഇതേപോലെ ഇന്നടുത്ത് പ്ലീറ്റ്സ് വന്നില്ല, ഇന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ റൗണ്ട് ചെയ്തിട്ട് ഒരു ആരോ ഇട്ട്, അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ മിസ്റ്റേക്ക് എന്നുള്ള കാര്യങ്ങൾ ഇതേപോലെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇന്ന ഭാഗം ഇന്ന പോലെ കറക്റ്റായിട്ട് വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണം. അതിനാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ വർക്കുകളും നിങ്ങൾ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ തെറ്റുകളുണ്ട് അതിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ നൽകുന്നതിൻ്റെ വീഡിയോസ് കണ്ട് ചെയ്ത് നോക്കി സംശയങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഡൗട്ട്സ് ക്ലിയറിംഗ് ടൈമിൽ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കായിട്ട് വീഡിയോ കോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ബ്രേക്ക് ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വോയിസ് മെസ്സേജ് ആയിട്ട് വേണം ഇടാനായിട്ട്. നിങ്ങൾ അതിൻ്റെ ഫോട്ടോയും വോയിസ് മെസ്സേജും. ഇനി എന്തെങ്കിലും ഒരു വോയിസിലൂടെ എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ നിങ്ങളോട് ആവശ്യപ്പെടും, ഒന്ന് വീഡിയോ കോൾ വരും, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മറ്റേത് രീതിയിലാണോ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നൽകും. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് തരുന്ന ഒരു ക്ലാസ്സിലെ ഡൗട്ട്സ് അടുത്ത ഡൗട്ട്സ് ക്ലിയറിംഗ് എന്നാണോ ഉള്ളത് ആ ദിവസം വേണം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഡൗട്ട്സ് ചെയ്തു പോകാൻ. ഓരോ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രം അതിൽ സംശയങ്ങളുണ്ടോ, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എനിക്കത് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കുന്നത്. ജസ്റ്റ് വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു വോയിസ് ആയിട്ട് ഡൗട്ട്സ് ക്ലിയർ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ എനിക്കതിന് റിപ്ലൈ തരാൻ സാധിക്കില്ല. നിങ്ങൾ ആ ചെയ്ത് കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ മിസ്റ്റേക്ക് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിലേ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്കത് മിസ്റ്റേക്ക് വരുമോ, കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. വീഡിയോ കാണുന്നുള്ളവർക്കോ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്കൊരു ചിന്ത വന്നേക്കാം. ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ പറയുന്ന പ്രകാരം ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് ലഭിക്കും. ഇൻ കേസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ്.
അപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടത് വർക്ക് ചെയ്ത് അയക്കുന്നതിന്റെ ഫോട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോ ദിവസം നൽകുന്ന വീഡിയോസിന് വർക്ക് ചെയ്ത് അയക്കണം എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ചില ആൾക്കാർ നല്ലതായിട്ട് തയ്ക്കുന്ന ആൾക്കാർ ഡൗട്ട്സുകൾ മാത്രം തീർക്കാൻ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം വീഡിയോസ് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കി അവർ പോക്കോളാം, ഡെയിലി ക്ലാസ്സുകൾ സെൻഡ് ചെയ്താൽ മതി എന്നാണ്. അങ്ങനെയുള്ളവർ ക്ലാസ്സുകൾ തരുന്ന ദിവസം രാവിലെ ക്ലാസ് കണ്ട് മനസ്സിലായി അടുത്ത ക്ലാസ് അയച്ചോളൂ എന്നൊരു മെസ്സേജ് ഇടണം. കാരണം നമ്മൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തു പോകുന്നതിന്റെ ഒരു കാര്യം, നിങ്ങളുടെ അഥവാ നിങ്ങൾ ക്ലാസ് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഈ വീഡിയോസ് നഷ്ടപ്പെടും. എക്കാലവും നമ്മുടെ ഫോണിൽ നമ്മുടെ ഈ വീഡിയോസ് ഒന്നും ഉണ്ടാവുകയില്ല. കാരണം മൊബൈൽ കംപ്ലൈന്റ് വരാം, വാട്സപ്പ് ഡിലീറ്റ് ആയി പോയേക്കാം, അങ്ങനെ പല പല കാരണങ്ങൾ നമുക്ക് വന്നേക്കാലും. അപ്പോൾ വീഡിയോസ് കിടപ്പുണ്ട് എപ്പോഴെങ്കിലും കാണാമെന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകരുത്. കാരണം ഇതെപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ആയി പോകാം. നമ്മളായിട്ട് ഒരിക്കലും ഡിലീറ്റ് ചെയ്യത്തില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ഡിലീറ്റ് ആയി പോകുന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ക്ലാസ് വന്നതിന് ശേഷം ചെയ്ത് മനസ്സിലാക്കി അടുത്തതിലേക്ക് പോകുക. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ല, ഇന്ന് എനിക്ക് ലീവ് വേണം, അത് കണ്ടിട്ടില്ല, അടുത്ത ദിവസം ക്ലാസ് ഇട്ടാൽ മതി എന്നൊരു മെസ്സേജ് അയക്കാൻ പറയുന്നതിന്റെ ഒരു കാരണം അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം ഒരു ദിവസം കൂടെയൊക്കെ നമുക്ക് ടൈം നൽകാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നിങ്ങളുടെ കോഴ്സിന്റെ കാലാവധി പറഞ്ഞു നൽകിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഒരു ദിവസം കൂടെ വരുമ്പോൾ കോഴ്സിന്റെ കാലാവധി അതിനനുസരിച്ച് നമ്മളായിട്ട് നമ്മൾക്കത് ഒരു പ്രത്യേകമായിട്ട് നിങ്ങളെ പരിഗണിച്ച് നമ്മൾ നൽകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ക്ലാസ്സിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നൽകിയിട്ടുണ്ട്. ക്ലാസ് അയക്കുന്ന സമയം, ക്ലാസ് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറിംഗ് ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ കോളുകൾ ചെയ്യേണ്ട ടൈം, ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് കാര്യത്തെപ്പറ്റി, അതായത് ക്ലാസ്സുകളുടെ സംശയങ്ങളെ പറ്റി അല്ലാതെ എന്ത് കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വോയിസ് ആയിട്ട് ഇടാം. ഇനി അതല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത്, അത് ക്ലാസ്സിന്റെ സംശയങ്ങളെ പറ്റിയല്ല, അവിടെ അതും നൽകാനായിട്ട് സാധിക്കില്ല. സംശയങ്ങൾ ഞാൻ തിങ്കൾ ബുധൻ വെള്ളി ഉച്ചയ്ക്ക് 2:30 രാത്രി 9:00 ഇടയിൽ മാത്രമായിരിക്കും നൽകുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറണം, അപ്ഗ്രേഡ് ചെയ്യണം കോഴ്സുകൾ, ഫീസിന്റെ കാര്യങ്ങൾ, ഫീസ് അടയ്ക്കുന്ന തീയതികൾ, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പർ 7511118765 ഈ നമ്പറിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം 8 മണി വരെ, നൈറ്റ് 8 മണി വരെ കോൾ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതിയാകും. പിറ്റേ ദിവസം നിങ്ങൾ 10 മണിക്ക് ശേഷം ഇവിടുന്ന് തിരിച്ച് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം, ഇനി അതല്ല ക്ലാസ്സിനെ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ഡൗട്ട്സ് ടാങ്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ പല പല കോഴ്സിനായിരിക്കുമല്ലോ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സ്റ്റിച്ചിങ്, എംബ്രോയിഡറി, പെയിന്റിങ്, അതുപോലെ തന്നെ ഇലിസ്ട്രേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടാവും. അതാത് ക്ലാസ് തരുന്ന നമ്പറിൽ വേണം അതാത് കാര്യങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങൾ ചോദിക്കാനായിട്ട്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും പുതിയൊരു കോഴ്സിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.